സൗദി വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബൈർ പാകിസ്ഥാനിലെത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ സന്ദർശനത്തിന് പിന്നാലെയാണ് പാകിസ്ഥാനിലേക്കുള്ള സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദർശനമെന്ന് സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ച് സൗദി ഭരണകൂടം ഔദ്യോഗികമായി വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അഫ്താബ് റഹ്മാൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അഫ്താബ്, സൗദിക്ക് ഇന്ത്യയുമായും അതുപോലെ തന്നെ പാകിസ്ഥാനുമായും നല്ല ബന്ധം തന്നെയാണുള്ളത്. അപ്പോൾ ആദ്യം ഇന്ത്യയിലെത്തുന്നു, അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനിലും സൗദി വിദേശകാര്യ സഹമന്ത്രി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിലെ സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികളുടെ ഭാഗമായുള്ള കൂടിക്കാഴ്ചകൾ തന്നെയാണോ പാകിസ്ഥാനിലും നടന്നുവരുന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് സൗദി വിദേശകാര്യ സഹമന്ത്രി, അദ്ദേഹം മുമ്പ് സൗദിയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്നു. ഇപ്പോൾ നിലവിൽ വിദേശകാര്യ സഹമന്ത്രി ആയിട്ടുള്ള ആദിൽ അൽ ജുബൈർ ആണ് ഡൽഹിയിലേക്ക് ആദ്യം എത്തുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി വിശദമായി ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷം യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്ക US-ന്റെ വിദേശകാര്യ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൗദി ഉദ്യോഗസ്ഥരുമായി നേരത്തെ തന്നെ ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് സൗദിയുടെ വിദേശകാര്യ മന്ത്രിയായ ഫൈസൽ ബിൻ ഫർഹാനുമായി അദ്ദേഹം ഫോൺ സംഭാഷണം നടത്തുകയും വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും മികച്ച ബന്ധമുള്ള രാജ്യമെന്നുള്ള നിലക്ക് സൗദി വിഷയത്തിൽ ഇടപെടുന്നത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഇന്ത്യയിലെത്തി വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ 2 ദിവസത്തെ സന്ദർശനം നടത്തുന്ന സമയത്താണ് പെഹൽഗാമിൽ ആക്രമണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സന്ദർശനം വെട്ടിച്ചുരുക്കിയായിരുന്നു പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിന് പിന്നാലെ സൗദിയുമായി മികച്ച ബന്ധമുള്ള ഒരു രാജ്യത്തെ മന്ത്രി എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുകയും ഒപ്പം തന്നെ സൗദിയുടെ ഒപ്പം തന്നെ പിന്തുണയും ഒപ്പം തന്നെ വിഷയം സംഘർഷത്തിലേക്ക് കൂടുതൽ പോകാതിരിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ രാജ്യം എന്നുള്ള നിലക്ക് പാകിസ്ഥാനിലേക്ക് എത്തുകയും അവിടുത്തെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷഹബാസ് ഷെരീഫ് പ്രതികരിച്ചത്, ഞങ്ങൾ സംഘർഷം ആഗ്രഹിക്കുന്നില്ല, കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഇന്ത്യ എന്നുള്ളൊരു ആരോപണം ഷഹബാസ് ഷെരീഫ് ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സൗദി വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത് ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം പാകിസ്ഥാനിൽ തുടരുകയാണ്. 2 രാജ്യങ്ങളുമായും ഇടപെട്ടുകൊണ്ട് ഒരു സമാധാന ഫോർമുല അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം. US-ന്റെ ഇടപെടൽ സൗദിയുടെ മേൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലക്കാണ് ഇപ്പോൾ സന്ദർശനം നടത്തി അദ്ദേഹം പാകിസ്ഥാനിൽ എത്തിയിട്ടുള്ളത്. 2 രാജ്യങ്ങളുമായുള്ള വിഷയങ്ങൾ ഇനി തുടർ ചർച്ചകളുമായി ബന്ധപ്പെട്ട് US-മായി ഈ വിഷയം സ്വാഭാവികമായും സൗദിയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അദ്ദേഹത്തോട് വിശദീകരിക്കും. ഇതിനുശേഷമായിരിക്കും ഒരു പക്ഷേ അടുത്ത ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തീർപ്പിലേക്ക് എത്തുക. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ഒരേ സമയം മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളി കൂടിയാണ്. ആ നിലക്കെല്ലാം ഇന്ത്യയിലെ ഏതൊരു പ്രയാസങ്ങളും സ്വാഭാവികമായിട്ടും സൗദി അറേബ്യയെയും ബാധിക്കും. പാകിസ്ഥാനുമായും സമാനമാണ് സൗദി അറേബ്യയുടെ ബന്ധവും രീതിയും. അതുകൊണ്ട് തന്നെ 2 രാജ്യങ്ങളും സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ ഏറ്റവും മികച്ച ബന്ധമുള്ള രാഷ്ട്രം എന്ന നിലക്കാണ് ഇപ്പോൾ സൗദിയുടെ വിദേശകാര്യ സഹമന്ത്രി ഇരു രാജ്യങ്ങളിലും എത്തി രാഷ്ട്ര നേതാക്കളുമായും ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രിമാരുമായും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്.